ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമുക്കിത് ഈ ഒരു സാരീനെ ഒന്ന് ഹാഫ് സാരിയാക്കി കൺവേർട്ട് ചെയ്ത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 2.5 മീറ്റർ തുണി എക്സ്ട്രാ എടുത്തിട്ടുണ്ട്. അത് ഷോളിന് വേണ്ടിയിട്ടാണ്. ഫസ്റ്റ് തന്നെ നമുക്കിത് ഈ സാരിയുടെ ബോർഡേഴ്സ് എല്ലാം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമുക്ക് ഈ മെറ്റീരിയലിന് ഇതുപോലെ മടക്കിയിട്ടിട്ട് നമുക്കിത് മുകളിൽ നിന്ന് ഒരു 8 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. ഞാനിത് 3ആയിട്ട് മടക്കിയിട്ട് അതിനെ ഇതുപോലൊരു കോണായിട്ട് മടക്കിയിട്ടാണ് ഇപ്പോൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. എന്നിട്ട് അതിന് ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് മടക്കിയിടുന്നുണ്ട്. കണ്ടില്ലേ, ഇതുപോലെ. നിങ്ങൾക്ക് വേണമെങ്കിൽ 2ആയിട്ട് മടക്കിയെടുക്കാം. അന്ന് നല്ല ഫ്ലെയർ കുറവായിരിക്കും. ഇങ്ങനെ ചെയ്യുമ്പോഴേക്കും ഒട്ടും നമുക്ക് വേസ്റ്റ് വരില്ല. പിന്നെ നിങ്ങൾക്ക് ഹൈറ്റ് കുറവാണ്, ഇല്ല കുഞ്ഞു കുട്ടികളാണെന്നുണ്ടെങ്കിൽ 4ആയിട്ട് മടക്കിയെടുക്കാം. അപ്പോൾ നല്ല ഫ്ലെയർ കിട്ടും. ഇപ്പോൾ ഞാൻ 4ആയിട്ട് മടക്കി കഴിഞ്ഞാൽ എനിക്ക് ലെങ്ത് കിട്ടില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ 3ആയിട്ട് മടക്കിയിട്ട് അതിനെ ഇതുപോലെ എടുത്ത് കട്ട് ചെയ്ത് വെച്ചത്. ഇനി നമുക്ക് ലെങ്ത് ഒന്ന് മെഷർ ചെയ്ത് കൊടുക്കാം. ലേസ് ഓൾറെഡി നമ്മൾ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ലേസിൻ്റെ ആ ഒരു ലെങ്ത് കുറച്ചിട്ട് ബാക്കി വേണം നമുക്കിതിൽ മാർക്ക് ചെയ്ത് കൊടുക്കാൻ. ഞാനപ്പോൾ ഇതുപോലൊരു 39 മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുവാണ്. പിന്നെ സ്കേർട്ടിന് ഞാൻ ലൈനിങ് ഇടുന്നില്ല, വേറെ അണ്ടർ സ്കേർട്ടാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ലൈനിങ് ഉപയോഗിക്കാം. ഞാൻ ലൈനിങ് ഇടുന്നില്ല. ഓൾറെഡി സാരി കൺവേർട്ട് ചെയ്ത് സ്കേർട്ട് സ്റ്റിച്ച് ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആ വീഡിയോ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കണ്ടാൽ മതി. അപ്പോൾ ഡൗട്ടെല്ലാം ക്ലിയർ ആവും. അത് നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് ഉള്ളൊരു വീഡിയോ ആണ്. പിന്നെ നമുക്ക് ഇതുപോലെ ബാലൻസ് വന്ന പീസ് ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം. എന്നിട്ട് എക്സ്ട്രാ ഉള്ള പീസെല്ലാം നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമുക്ക് സ്കേർട്ടിൻ്റെ 2 സൈഡ് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ 2 സൈഡ് നമുക്ക് അറ്റാച്ച് ചെയ്തെടുക്കണം. ഓക്കെ, ഇതിൻ്റെ ഒരു സൈഡ് വന്നിട്ട് ഞാൻ ഫുൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഒരു സൈഡിൽ ടോപ്പ് പോർഷനിലായിട്ട് ഇതുപോലെ ചെറിയൊരു ഓപ്പൺ ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ഹിപ്പിൽ ഒരു പട്ട വെച്ച് കൊടുക്കണം. പട്ട വയ്ക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ചെറിയ ചെറിയ പ്ലീറ്റ്സ് ഇതുപോലെ വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ച ലേസ് നമുക്ക് ഈ സ്കേർട്ടിൻ്റെ ടിപ്പിലായിട്ട് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. ഇനി മുകളിലായിട്ട് ഇവിടെ ആയിട്ടൊരു ഹുക്കും കൂടെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കേർട്ടിൻ്റെ പണി കഴിഞ്ഞു. പിന്നെ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഞാൻ മുന്താണി പീസാണ് എടുത്തിരിക്കുന്നത്. അതിനെ ഇതുപോലെ 4ആയിട്ട് മടക്കിയിട്ട് നമുക്ക് മെഷർ ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. ഞാൻ അവിടെ ഒരു 3 ഇഞ്ച് അടയാളപ്പെടുത്തുന്നുണ്ട്. പിന്നെ ഫ്രണ്ട് നെക്ക് വന്നിട്ട് 5.5 ബാക്ക് നെക്ക് വന്നിട്ട് 9 ഇടുന്നുണ്ട്. പിന്നെ ഷോൾഡർ വന്നിട്ട് ഒരു 2 ഇഞ്ചും പിന്നെ ആം ഹോൾ വന്നിട്ട് ഒരു 5.5 ഇട്ടിട്ടാണ് ഞാനിപ്പോൾ കട്ട് ചെയ്തെടുത്തത്. ഇനി നമുക്കിത് ഈ ഫ്രണ്ട് പോർഷൻ്റെ ആം ഹോൾ ഒന്ന് കുഴിച്ച് വെട്ടി കൊടുക്കണം. ഫ്രണ്ട് മാത്രം എടുത്തിട്ട് ഇതുപോലെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ബാക്കിൽ നെക്കും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. പിന്നെ സ്ലീവ് വന്നിട്ട് ചെറിയൊരു പഫ് സ്ലീവാണ് വയ്ക്കുന്നത്. പിന്നെ ഇത് ബ്ലൗസ് പീസാണ്. അപ്പോൾ ബ്ലൗസ് പീസിനാണ് ഞാൻ സ്ലീവിനുള്ളത് എടുക്കുന്നത്. അവിടെ ഒരു 5.5 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. താഴെ വന്നിട്ട് ഒരു 1 ഇഞ്ച്, പിന്നെ അവിടെ നിന്നൊരു 2 ഇഞ്ച്. പിന്നെ ഇതുപോലൊന്ന് വരച്ച് കൊടുത്ത് കട്ട് ചെയ്തെടുക്കാം. ചെറിയൊരു പഫ് സ്ലീവാണ്, അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു മെഷർ. നമുക്കിനി ഇത് കട്ട് ചെയ്തെടുക്കാം. പിന്നെ ലൈനിങ് ആയിട്ട് ഞാൻ ആ ബ്ലൗസ് പീസ് തന്നെയാണ് വെക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും മടക്കി അടിച്ചിട്ടുണ്ട്. പിന്നെ ഫ്രണ്ട് പീസിലും ബാക്ക് പീസിലും ലൈനിങ് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 2 പീസിൻ്റെ ഷോൾഡറും അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ബ്ലൗസ് പ്രിൻസസ് കട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് ഇതുപോലെ ഫ്രണ്ട് പോർഷൻ എടുത്തിട്ട് ഇതുപോലെ മടക്കിയിട്ട് നമുക്ക് പോയിൻറ്റ്സ് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാൻ അവിടെ വന്നിട്ട് ഒരു 9 ഇഞ്ചും പിന്നെ സൈഡിൽ നിന്നൊരു 3.25. ഓക്കെ, അതുപോലെ ആ സെയിം അളവിൽ തന്നെയാണ് താഴെ മാർക്ക് ചെയ്യുന്നത്, 3.25. എന്നിട്ട് നമുക്കിത് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി അവിടെ വന്നിട്ട് ഒരു 1.25, ഇവിടെ ഒരു 3/4 ഇഞ്ച് വെച്ചിട്ട് നമുക്കിതുപോലെ മാർക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ബ്ലൗസിൻ്റെ ബാക്കിലും കൂടെ ഞാൻ 2 ഡോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് സ്ലീവ് ജോയിൻ ചെയ്യാം. സ്ലീവ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പപ്പ് സ്ലീവാണ്. അപ്പോൾ സൂചി നൂലും എടുത്തിട്ട് നമുക്ക് ചെറുതായിട്ട് ഇങ്ങനെ ഒരു റണ്ണിങ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഇട്ട സ്റ്റിച്ചിനെ ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ആം ഹോളിൽ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ആ സെയിം രീതിയിൽ തന്നെയാണ് സ്ലീവിൻ്റെ തുമ്പിലും ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് ഒരു പട്ടയം വെച്ച് സ്ലീവ് റെഡി. ഇനി ബ്ലൗസ് നമുക്ക് ബ്ലൗസിൻ്റെ തുമ്പ് മടക്കി അടിക്കണം. പിന്നെ സൈഡും കൂടെ അടിച്ചെടുക്കണം. ഇനി നമുക്ക് ബാക്കിൽ ഓപ്പൺ ചെയ്ത് കൊടുക്കാം. ഇനി ഇതുപോലെ ഒരു കെട്ടും ബാക്കിൽ ഹുക്കും വെച്ച് ഹെമ്മിങ്ങും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബ്ലൗസും റെഡി.
സ്കേർട്ടിൽ വെച്ചിട്ട് ബാലൻസ് വന്ന ലേസ് ഷോളിൽ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഷോളും റെഡി. അപ്പോൾ നമ്മുടെ ഹാഫ് സാരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഹാഫ് സാരി ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം, ഇല്ല ഷോൾ ഇല്ലാതെ സ്കേർട്ട് ടോപ്പുമായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഓക്കെ, ബൈ ബൈ.